നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് സാരി കാണിക്കട്ടെ. ഫങ്ഷൻ വെയർ ആണ് മജോറിറ്റി. ഇത് കണ്ടോ, എല്ലാവരുടെയും നമ്മുടെ എവർ ഗ്രീൻ എന്ന് പറയുന്ന പോലെ ഡിമാൻഡുള്ള ഒരു സാരിയാണ്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് മഡ്ക ടസറിൻ്റെ മഡ്ക ടസർ അല്ല, റോസ് സിൽക്ക്, സെമി റോസ് സിൽക്കിൻ്റെ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. എപ്പോഴും മഡ്ക ടസർ ഇപ്പോൾ വന്നേ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇറങ്ങുന്ന ഒരു സാധനമാണ് മഡ്ക ടസറ്. എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ റേറ്റും മറ്റേ ടസറിൻ്റെ ആ റെപ്ലിക്കായിട്ടുള്ള ഇതും കൊണ്ട് ആൾക്കാർക്ക് ഒത്തിരി പേർക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വായിക്കത്ത് എപ്പോഴും ഇതേ വരുള്ളൂ. ഇത് സെമി റോസ് സിൽക്കാണ് കേട്ടോ. സെമിയാണ്, പ്യുവർ അല്ല. സെമിയും പ്യുവറും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും റേറ്റ് വെച്ച് നോക്കുമ്പോൾ പ്യുവർ എടുക്കുമ്പം 10,000 പോകുന്നിടത്ത് ഇതത്രയൊന്നുമില്ല. വളരെ പരിമിതമായ റേറ്റേ ഉള്ളൂ. കണ്ടോ, 1400 ഉള്ളൂ റേറ്റ്. ഇത് കണ്ടോ, നല്ല ജെറ്റ് ബ്ലാക്ക്. എന്നിട്ട് ഈ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മെഹന്തി കളറിലുള്ള മെഹന്തി വരുന്ന ഒരു ബോർഡറാണ് വന്നിരിക്കുന്നത്. നല്ല രസം, പാർട്ടി വെയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ നല്ലതാണ്. ഇനി അതിൻ്റെ മുന്താണി ഞാൻ കാണിച്ചു തരാവേ. തിരക്ക് കൂടിയിട്ടേ നിങ്ങൾ എൻ്റെ മുന്താണി നോക്ക്, എന്നാ ഭംഗിയാന്ന് നോക്ക്. പ്ലെയിൻ വന്നിട്ട് മുന്താണിക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു നിറച്ചും ഒരു വീവിങ്, ഇങ്ങനെ ഒരു ഗോൾഡൻ അല്ല, ഒരു മെഹന്തി കളറാണ്. മെഹന്തി കളറിലുള്ള ഇങ്ങനെ ഒരു വീതിയിലും വീതി കുറഞ്ഞും ഇങ്ങനെ ഒരു ഇത് നല്ല ബ്ലാക്ക് ഭംഗിയായിട്ട് കൊടുക്കുക. നല്ല സാരിയാണ്. ഇതിന് ചേരുന്ന ബ്ലാക്ക് മെറ്റലിൻ്റെ അല്ലെങ്കിൽ മെഹന്തി ഡിസൈനിൻ ആൻറ്റിക് ഗോൾഡൊക്കെ ഇടുകയാണെങ്കിൽ നല്ല രസം. ബ്ലൗസ് സെയിം തന്നെയാണ്, വേറെ അല്ല, സെപ്പറേറ്റ് അല്ല, വേറെ ബ്ലൗസാണ്. ആ ബ്ലൗസ് തന്നെ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം മെറ്റീരിയൽ റോസ് സിൽക്ക് ആയതുകൊണ്ട് വേറെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് പോലൊക്കെ ഇട്ടോ. ഇനി അടുത്ത കളർ വേണ്ടേ, നേവി ബ്ലൂ. ആ ഒരു ഇത് കണ്ടോ, മാംഗോ ഡിസൈൻ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഭംഗിയല്ലേ. മാംഗോ ഡിസൈൻ, ടെമ്പിൾ ഡിസൈൻ, ഇതൊക്കെ ആൾക്കാരുടെ എല്ലാവരുടെയും ഫേവററ്റാണ്. അതിനൊരു പ്രത്യേക ഭംഗിയുമാണ്. ഇഷ്ടമുള്ളത് എടുത്തോ കേട്ടോ. അടിപൊളിയല്ലേ. ഈ റേറ്റിന് ഭയങ്കരമായിട്ട് നല്ല. വെച്ചാൽ റോസ് സിൽക്കിൻ്റെ സാരിക്ക് നിങ്ങളൊന്ന് എടുക്കുന്നവരുടെ ഇഷ്ടം പോലെ ഉണ്ട്. എടുക്കുന്നവർക്കറിയാം മീറ്റർ കണക്കിന് ആയിരക്കണക്കിന് മുന്താണി. ഞാൻ മറ്റതിൻ്റെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് മുന്താണി കാണിക്കാതെ അങ്ങ് പോയത്. എനിക്ക് ധൃതി ഇച്ചിരി കൂടി പോകുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതിനനുസരിച്ച് ശ്വാസം മുട്ടുന്നുണ്ട്. അടുത്തത് ഒരു വൈൻ കളർ കണ്ടോ, നല്ല രസമല്ലേ. ആ ഒരു ആൻറ്റിക് സാരി ബോർഡർ ഇല്ലേ, അതിന് ഭയങ്കര ഭംഗിയാണ്. അതാണ് ഭയങ്കര നല്ല വില കൂടിയ ഒരു ഫീലിംഗ് ഈ സാരിക്ക് തോന്നിക്കുന്ന മുഴുവൻ ഈ ആൻറ്റിക് സാരി ബോർഡറാണ്. ശരിക്കും ആ ഒരു മെഹന്തി ബോർഡർ ഇല്ലേ, അത് ഭയങ്കരമായിട്ട് ഒരു വില കൂടുതൽ. എന്ന് വെച്ചാൽ 1480 ഇത്ര ഏതാണ്ട് റേറ്റ്, അതായത് 1500 താഴെയുള്ള റേറ്റുള്ള ഒരു സാരിയാണെന്ന് ഒരിക്കലും പറയത്തില്ല കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മളിങ്ങനെ അപ്പോൾ വിദ്യ ഇങ്ങനെ ബഡ്ജറ്റ് റേറ്റിൽ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൊടുത്തുകൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരേ സാധനം തന്നെ ഒത്തിരി കാലം കാണിക്കുന്നതിനോട് ഇത് കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനെ നമ്മൾ ഇപ്പം മാർക്കറ്റിലൊക്കെ ട്രെൻഡുകൾ ഇങ്ങനെ മാറി ഇപ്പോൾ ബാംഗ്ലൂർക്ക് പോയാലും എവിടെ പോയാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതത് കാണിക്കണം. അല്ലാതെ ഒരെണ്ണം തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കാര്യമില്ല. ഭയങ്കര റേറ്റ് ഇട്ട് ഒരെണ്ണം തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനോട് എനിക്ക് അടുത്തത് ഒരു പോളിസിയാണല്ലോ അല്ലേ. ഇനി അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാ അടുത്തത് ഞാൻ എൻ്റെ ഫേവററ്റ് ഒന്ന് കാണിച്ചോട്ടെ. നമുക്ക് നല്ല മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. ഇതിൻ്റെ ബോർഡറാണ് ഏറ്റവും കാണേണ്ടത് നിങ്ങൾ കേട്ടോ. നല്ല സാൻഡൽ ഷെയ്ഡിൽ പീച്ചാണ് ഇവിടെ വന്നിരിക്കുന്ന കളറ്. ഇനി ഇതിൻ്റെ മുന്താണി കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു മുന്താണിയാണ്. ഓക്കെ, ഒരു സിമ്പിൾ ബട്ട് എലഗൻ്റ് ആയിട്ടുള്ള ഒരു മുന്താണി. ആ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിൽ പോയിരിക്കുക. എന്നിട്ട് ഇത് മൊത്തം ഫുള്ള് വീവിങ് ആണ്. ബോഡിയിലും ഇങ്ങനെ ബൂട്ടാസ് വന്നിട്ടുള്ള വീവിങ്. ബ്ലൗസ് സെയിം ആണ്. സെയിം വന്നിട്ട് അയ്യോ സെയിം അല്ലേ. ഇതാ ബ്ലൗസ് കേട്ടോ. അയ്യോ കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുമ്പോൾ എന്നെ രസമായിരിക്കും എന്നൊന്ന് ഓർത്ത് നോക്കിയേ. ആ പീച്ചും ആ കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടെ വരുമ്പോൾ ഇത് കണ്ടോ, അതിൻ്റെ ആ ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു സ്റ്റഫും കണ്ടോ, മൽച്ചന്തേരിയുടെ സിൽക്കി ആയിട്ടുള്ള സ്റ്റഫും ബുട്ടാസും കൂടെ വന്നിട്ട് കൈ ബോർഡർ ഉണ്ടോ എന്ന് നോക്കട്ടെ. ബോർഡർ ഈ ഒരു സിൽക്കി, എന്നിട്ട് നിങ്ങൾ ആ പീച്ചും ക്രീമും കൂടെ കൂടിയുള്ള സാരിയുടെ ബോഡിയും സാരിയുടെ ഇതും പിന്നെ വന്നിട്ട് ബ്ലൗസും കൂടെ വരുമ്പോൾ എന്നാ മാച്ചിങ് ആയിരിക്കും. നോക്ക് ഈ ഇവിടെ ഇതിലേക്കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗോൾഡൻ സറി പോകുന്നുണ്ട്. ശരിക്കും അതൊരു വലിയ എടുത്തു നിൽക്കുന്ന ഗോൾഡൻ സറി അല്ല, ചെറിയൊരു ഇത്. പക്ഷെ അതിനൊരു നമുക്കൊരു ലുക്ക് കിട്ടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. എന്നിട്ട് ഈ ഒരു
മൽച്ചന്തേരിയുടെ ഒരു സൈഡിൽ കൂടെ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നു ജാംദാനി സിൽക്ക് മിക്സ് ആണെന്ന് തോന്നുന്നു, രണ്ടും കൂടെ കേട്ടോ. ജാംദാനി മൽച്ചന്തേരിന്നായിട്ട് പ്രിന്റ് അടിച്ച് വന്നിരിക്കുന്നത്, പക്ഷെ ഒരു ജാംദാനി വീവിങ്ങും കൂടെ തോന്നുന്നുണ്ട്. ജാംദാനി വീവിങ് ആണ് ഇതിനകത്ത് കറക്റ്റായിട്ട് പോയിരിക്കുന്നത്. ഇനി അതിൻ്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാം. നല്ല മുന്താണി കേട്ടോ. ബ്ലൗസ് കോൺട്രാസ്റ്റ് വരുന്നതുകൊണ്ട് ഭയങ്കര രസമാണ്. ഞാൻ ഓർത്തിരുന്ന സെൽഫാ ബ്ലൗസ് എന്നാണ് ഓർത്തിരുന്നത്. ഇങ്ങനത്തെ എപ്പോഴും ഇങ്ങനെ ഓരോ സാരികൾ വരുന്നുണ്ടേ നമുക്ക് അങ്ങനെ ഒരു ഓർമ്മ കിട്ടുന്നത്. നമുക്ക് അടുത്ത് നോക്ക്, എന്നാ രസമാണോ. നല്ലൊരു ഡാർക്ക് ലാവണ്ടറാണ് പീച്ചിൻ്റെ സ്ഥാനത്ത്. ബ്ലൗസും അപ്പോൾ അത് തന്നെ വരും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്ക്വയർ ഡിസൈനെ കൂടി, ഇങ്ങനെ ഒരു സ്ക്വയർ ഇത് വീവിങ്ങെ കൂടിയാണ് ഈ ഒരു ലാവണ്ടറിൻ്റെ ചെറിയ ചെറിയ ബൂട്ടാസ് ഉപയോഗിക്കുന്നത്. അതൊരു നല്ല ഇങ്ങനെയൊക്കെ ഞാൻ നോക്കുന്ന പോലെ ഇങ്ങനെ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് കിഴിച്ചെല്ലാവരും നോക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ അതുപോലെ അങ്ങനെയാണല്ലോ ഒരു ബന്ധവും ഇല്ലാത്ത മേഖല വന്ന് ചേർന്ന് MSW പഠിച്ച് കൗൺസിലറായിട്ട് നടക്കേണ്ട ഞാൻ ഇവിടെ തുണിക്കച്ചവടമായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ. നോക്ക്, നല്ല രസമല്ലേ. ബ്ലൗസ് കാണിക്കാം. ബ്ലൗസ് ഇതാണ് ബ്ലൗസിൻ്റെ പാർട്ട് വരുന്നത്. നിങ്ങൾ കയ്യിൽ ഈ ബ്ലൗസിൻ്റെ ഈ സംഭവം വരുന്ന ഈ ഒരു കളറും ആ ഒരു ബോർഡർ, ഇത് നല്ല വശമല്ല ബ്ലൗസിൻ്റെ, നല്ല വശം കേട്ടോ. ഇത് കൂടെ വരുന്നിട്ട് ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കട്ടെ. നല്ല ഭംഗിയാട്ടോ. പിന്നുണ്ടല്ലോ ഈ ഒരു ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ഒരു പേസ്റ്റൽ ചാർട്ടാണ്, പേസ്റ്റൽ ഒരു ഡിസൈന്. അപ്പം നമുക്കില്ലേ ഈ ഒരു നല്ലൊരു മുഖത്തിനൊരു നല്ലൊരു ലുക്ക് കിട്ടും, ഒരു ലളിതമായിട്ടുള്ളൊരു ഇതില്ലേ ആ ഒരു സംഭവം. ദൈവമേ, 1280 രൂപയേ ഉള്ളൂ, വെറും 1280 രൂപയേ ഉള്ളൂ ഈ സാരിയുടെ വില. എനിക്ക് തന്നെ ഫീൽ പ്രൗഡ്. ചുമ്മാ കേൾപ്പിക്കാൻ തള്ളി മറിക്കുന്നൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഈ സാധനം കിട്ടുമല്ലോ, അപ്പം നിങ്ങളല്ലെങ്കിൽ എന്നോട് പറഞ്ഞോ. നോക്ക്, പീച്ചിൻ്റെ മറ്റൊരു ഷെയ്ഡ്, മറ്റൊരു ഡാർക്കായിരുന്നു, അതും ബീച്ചാണ്. ഫസ്റ്റ് കാണിച്ചതും ബീച്ച് തന്നെയാണ്, ഇതും ബീച്ചാണ്. ബീച്ചിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡ്. ഇത്തേലും ഈ ഗോൾഡനെ കൂടെയാണ് ഈ ഇത് പോയിരിക്കുന്നത്, ബാക്കിയെല്ലാം സെയിം തന്നെ. ഈ ബോർഡറിൻ്റെ കളറിലും മുന്താണിയിലൊക്കെ ഇതുണ്ട്. ഇതൊന്ന് അടുപ്പിച്ച് കാണിച്ചാൽ കളർ അറിയത്തില്ലേ? അയ്യോ എൻ്റെ പൊന്നെ, ഇത് കാണിച്ചില്ല, ഇത് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാവും. ഇതിൻ്റെ ബോഡിയിലെ സ്റ്റഫ് കാണാൻ എന്നാ രസമാണെന്നറിയാവോ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ജാംദാനി സിൽക്ക് ജാംദാനി വരുന്ന വെരി ട്രെൻഡി ആയിട്ടുള്ള ഒരു ഐറ്റം. ഇപ്പം എല്ലാവരും ഡിസൈനർ സാരികളുടെ പുറകെ ഒത്തിരി ആൾക്കാർ അത് ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. കണ്ടോ, ഇതെല്ലാം ഈ കാണുന്ന സംഭവങ്ങൾ മുഴുവനും ഇത് മൊത്തം വീവിങ് ആണ് പോയിരിക്കുന്നത്. ഇത് ഡിസൈൻ വരച്ചിരിക്കുന്നതോ ചെയ്തിരിക്കുന്നതോ ഒന്നുമല്ല, വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നല്ല ഭംഗി. എൻ്റെ സൈഡിൽ കൂടെ അതിനാണ് നമ്മൾ അല്ലേ മെഷീനാണ് ചെയ്യുന്നതെങ്കിൽ പോലുമേ ഇത് കണ്ടോ ഇങ്ങനെ. ഇതാണ് മുന്താണിയുടെ പാർട്ടാണ്. ബോഡിയുടെ പാർട്ട് ഞാൻ കാണിച്ചു തരാം. ഈ താഴത്തെ ഭാഗത്ത് കണ്ടോ ഈ ഒരു ബോർഡർ വരും ഇങ്ങനെ. നല്ല ഭംഗിയായിരിക്കും സാരി. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഈ ക്രീം കളർ ചന്ദന കളറുള്ള സാരി ഫോൾ വെച്ചിട്ടേ ഈ സാരി ഉടുക്കാവേ. ഞാൻ ദയവായി പറയുക, അങ്ങനെ ഉടുക്കാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തി ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു സാരി ഫോളിലൊക്കെ എന്തിരിക്കുന്നു വിദ്യ ഇത്രയും കിടന്ന് പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഉടുക്കുന്നവർക്ക് അതറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നോട് എത്രയോ പേര് പറയുന്നു വിധി പറയുന്ന കറക്റ്റാ, സാരി ഫോൾ വെച്ച് ഉടുക്കണം, ഞാൻ അങ്ങനെ ഉടുക്കാറുള്ളൂ എന്നൊക്കെ എത്രയോ പേര് പറയാറുണ്ട്. അല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്. മേളിൽ ബോർഡർ ഇല്ല, താഴത്തെ ബോർഡർ ഒരു ഇത്രയും കയറി വരും, മേളിൽ ബോർഡർ ഇല്ല. ഇനി ബ്ലൗസും കൂടെ കാണിക്കാവേ. ഇതാണ് ബ്ലൗസ്. സ്പോഞ്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഉള്ളിൽ, നല്ല സാധനം. ഇതാണ് ബ്ലൗസ്. ഉണ്ടോ, ബ്ലൗസിൻ്റെ കയ്യിലും ഇങ്ങനെ ഒരു വീവിങ് പോയിട്ട് ഇങ്ങനെ അടുപ്പിച്ചൊരു വലിയ അടുപ്പിച്ചല്ല, ഇച്ചിരി സൈസിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുക. ഇനി ഇപ്പം ഇതിന് വയലറ്റ് അല്ലേ ഷെയ്ഡ്, ആ ഷെയ്ഡ് എന്നാൽ വേറെ കളറുകൾ മാറി മാറി വരും. അതാണ് വ്യത്യാസമുള്ളൂ. മുന്താണിയൊക്കെ കണ്ടു, മുന്താണി നിങ്ങൾ കാണണം. അവിടെ ഞാൻ വീവിങ് ആണെന്ന് പറയുന്നുണ്ട്. നോക്ക്, വീവ് ചെയ്തിരിക്കുന്നത് നല്ല വശം. ഇതൊക്കെ വാങ്ങിച്ച് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിലോ സ്വന്തമായിട്ടോ ഒക്കെ വാങ്ങിച്ച് വെച്ച് കൃത്യമായിട്ട് വരാം. നിങ്ങൾക്ക് എപ്പോഴും ഒരു വെറൈറ്റി ലുക്കിൽ നിൽക്കാനും കാണിക്കാനും കാണാനും പറ്റും. 1299 ഉള്ളി ഇതിന്. ഇതൊരു ഗ്രേയിഷ് ബ്ലാക്ക്. രണ്ട് സൈഡിലും ഉണ്ടോ? ഇല്ല, മുന്താണിയുടെ പാർട്ടി മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലും.
ഇത് ബ്ലൗസ്, ഇത് മുന്താണി. കണ്ടോ, മുമ്പേ കാണിച്ചത് തന്നെ സെയിം സാരി തന്നെ, ആ കളറിന് മാത്രമുള്ള വ്യത്യാസം. അടുത്തത് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. ഇത് മുന്താണിയുടെ ഭാഗം വരുന്നിടവാ കേട്ടോ, മുന്താണിയിൽ നിന്ന് താഴേക്ക് പോകുന്നിടവാ. ഞാനല്ല അത്ര വെച്ച് കാണിക്കത്തില്ല, അത്ര വെച്ച് കാണിച്ചിട്ട് കാര്യമില്ല. കണ്ടോ, അല്ലാതെ ഇങ്ങനെ താഴെ ഭാഗത്തോട്ട് നോക്കി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. ബ്ലൂ കളർ ബ്ലൗസിൽ ഈ ഒരു ബ്ലൂവിൻ്റെ ഡിസൈൻ. ഇതാണ് ബ്ലൗസ്. ഉണ്ടോ, ഇതാണ് ബ്ലൗസ് ഈ പോയിക്കുന്നത്. ക്രീമിൻ്റെ പേട്ട ആ സ്ഥാനത്ത് ഗ്രീൻ വന്നു. കളറുകൾ ഇവിടുത്തെ കളറുകൾ മാത്രം മാറുന്നതേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസങ്ങളും ഇല്ല. ഗ്രീൻ ആ ടൈപ്പ് സാരി കഴിഞ്ഞു. ഇനി വേറെ ടൈപ്പ് സാരി കാണിക്കാം. സെമി ടെസറാണ്. സെമി ടെസർ മീൻസ് മട്ക ടെസർ. നോക്ക്, ഇതിൻ്റെ താഴത്തെ ഇവിടെ വന്നിരിക്കുന്നത് കാന്താ വർക്കാണ്. ഇവിടെ ഒരു എംബ്രോയ്ഡറി വർക്കാണിത്. ഇതൊന്നും പ്രിൻ്റ് അല്ല, ഈ കാണുന്നത് മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ്. ബോഡിയെ ഫുള്ള് കാണുന്ന എംബ്രോയ്ഡറി വർക്കാണ്. ബോർഡറായിട്ട് രണ്ട് സൈഡിലും കാന്താ വർക്ക് ചെയ്തിരിക്കുക ത്രെഡ് കൊണ്ട്. മട്ക ടസറാണ് ഫാബ്രിക്. ഇതിൻ്റെ മുന്താണി വന്നിട്ട് ചെയ്യേണ്ട ഇങ്ങനെ ഇരിക്കും. ഈ സാരി എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിവിടെ വരാറുള്ളതാണ്. എന്താണ് അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല, ഇത് നല്ല വശം തിരിച്ചു. ഇതാണ് മുന്താണി. കണ്ടോ, ഇങ്ങനെ ഇരിക്കും മുന്താണി. നിങ്ങൾ കണ്ടാൽ ഓർക്കും ഇത് ഡിസൈനാണ്, പ്രിൻ്റ് അല്ല. ഈ കാണുന്നത് ഫുള്ള് എംബ്രോയ്ഡറിയാണ്. ഈ ബുട്ടാസ് പോയിരിക്കുന്നതും ഈ പോയിരിക്കുന്നതും എല്ലാം എംബ്രോയ്ഡറി വർക്കാണ്. എന്നിട്ട് ഇത് ഹാൻഡ് വർക്കാണ്. കാന്താ വർക്ക് എന്ന് പറയുന്ന ഹാൻഡ് വർക്കാണ്. നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഐറ്റമാണ് ഇത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഐറ്റം. ബ്ലൗസ് വന്നിട്ട് ഇതിൻ്റെ പ്ലെയിൻ ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ കയ്യിൽ ആ ഒരു കാന്താ വർക്കിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യും, നല്ല ഭംഗിയാണ് സാരി. ഇതൊക്കെ പ്രായഭേദമന്യേ ഉടുക്കാം. ഇപ്പം ഡിസൈനറായിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആ ഒരു സാരി തന്നെ സെയിം ഈ ഒരു ഇതുണ്ട്. ഇതിൻ്റെ പൂവ് ഇങ്ങനെ ഇരിക്കും, ഇതിൻ്റെ പൂവ് ഇങ്ങനെ ഇരിക്കും, അത്രയേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം സെയിമാണ്. അപ്പം വില സ്ക്രീനേ ഇല്ല, 1899. ഇതല്ലേ ടെസറല്ലേ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.